സാന്ത്വനം സീരിയലിൽ ഇനി ഒളിപ്പിച്ചു വെച്ച രണ്ട് പ്രധാന സത്യങ്ങൾ പുറത്തെല്ലാവരും അറിയാൻ പോകുന്നുണ്ട്. ഒന്ന് നമ്മുടെ ദേവിയുടെയും ഉദയഭാനുവിൻ്റെയും കള്ളത്തരങ്ങളാണ്. മറ്റൊന്ന് ഈ സുകന്യയുടെ കാര്യമാണ്. ഈ അനുവിൻ്റെ ജീവിതം ഇത്രയൊക്കെ ആക്കി തീർത്തതിന് പ്രധാന കാരണം ഈ സുകന്യയാണ് എന്നുള്ള കാര്യം ഇതുവരെ ആരും അറിഞ്ഞിട്ടില്ല. അപ്പോൾ അതായിരിക്കും ഇനി വരാൻ പോകുന്നത്. ഒറിജിനലിൽ തമിഴിലെ കഥയിലാണെങ്കിൽ ഇതൊക്കെ എപ്പോഴോ പുറത്ത് വരേണ്ടതാണ്. പക്ഷേ ഇതിലിങ്ങനെ വൈകിച്ച് പോകുന്നുണ്ട്. എന്തായാലും അധികം വൈകാതെ ഈ സുകന്യയുടെ പങ്ക്, അനുവിൻ്റെ കല്യാണം മുടങ്ങാനും അനുവിൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആയി തീരാനുമുള്ള കാര്യങ്ങളിൽ ഈ സുകന്യയുടെ പങ്ക് എന്താണെന്നുള്ളത് എല്ലാവരും അറിയാൻ പോകുന്നുണ്ട്. ദേവമംഗലത്തും കൃഷ്ണമംഗലത്തും ഒക്കെ ചിലപ്പോൾ അതോടുകൂടിയായിരിക്കും ധർമ്മനും ബാലനും വീണ്ടും ഒന്നാവുന്നത് അല്ലേ. അങ്ങനെ ഒരു ചാൻസ് ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും എന്തൊക്കെയാണ് നടക്കാൻ ചാൻസ് ഉള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇപ്പോൾ എന്തായാലും അനുവിനെ കോർട്ടിലേക്ക് ഹിയറിങ്ങിന് വിളിച്ചിട്ടുണ്ട്. ഗോമതിക്കാണെങ്കിൽ അനുവിനെ കോർട്ടിലേക്ക് ഒന്ന് കൊണ്ടുപോകണമെന്ന് തീരെ ആഗ്രഹമില്ല, ചെറിയ പെൺകുട്ടിയല്ലേ. പക്ഷേ വേറെ വഴിയില്ല, കോർട്ടിൽ നിന്ന് ലെറ്ററൊക്കെ വന്നതാണ്. അപ്പോൾ പിന്നെ ബാലനും ഗോമതിയും അനുവും കൂടെ ചേർന്ന് കോർട്ടിലേക്ക് ഹിയറിങ്ങിന് പോകാൻ പോകുന്നുണ്ട്. അവിടെ അനു മൊഴി മാറ്റി പറയാതെ അലോക് തന്നോട് ചെയ്ത കാര്യങ്ങളും താൻ അനുഭവിച്ച കാര്യങ്ങളെല്ലാം കോർട്ടിലേക്ക് ഏറ്റു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പെർമനൻ്റ് ആയിട്ട് അലോക് ജയിലിൽ കിടക്കേണ്ടി വരും എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇത് നമ്മുടെ അമ്മ മനസ്സിലാക്കുക, ഇന്ദിരാമ്മ മനസ്സിലാക്കുകയാണ്. അങ്ങനെ ഇനി അഥവാ അലോക് ജയിലിലേക്ക് പോകേണ്ടി വന്നാൽ ഈ അച്യുതൻ്റെ ശത്രുത, ദേവമംഗലത്തുകാരോടുള്ള ശത്രുത ഇനിയും കൂടുകയേ ചെയ്യുള്ളൂ. അച്യുതൻ കാരണം ബാലനോ ദേവമംഗലത്തെ മറ്റാർക്കെങ്കിലോ എന്തെങ്കിലുമൊക്കെ ആപത്ത് വരാനും ചാൻസ് ഉണ്ട്. അതുമാത്രമല്ല, ദേവമംഗലത്തുകാർക്ക് പിന്നെ ഒരിക്കലും ഒരു മനസ്സമാധാനം കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ ഇങ്ങനെ വരാനിരിക്കുന്ന വലിയ വലിയ അപകടങ്ങളൊക്കെ മനസ്സിലാക്കുന്ന നമ്മുടെ ഇന്ദിരാമ്മയും ധർമ്മനും ഒക്കെ അനുവിനോട് സംസാരിക്കാൻ പോകുന്നുണ്ട്. ഇപ്പം നീ ഈ കേസ് പിൻവലിച്ചേ പറ്റൂ, ഇല്ലെങ്കിൽ അത് ദേവമംഗലത്തുകാർക്കും നന്നല്ല, കൃഷ്ണമംഗലത്തുകാർക്കും നന്നല്ല, ആർക്കും ഒരു ഗുണവും ചെയ്യാൻ പോകുന്നില്ല. അലോക് എങ്ങാനും ജയിലിൽ പോയാൽ അച്യുതൻ്റെ ശത്രുത കൂടും. അത് ദേവമംഗലത്തെ ആർക്കെങ്കിലും എന്തെങ്കിലും അപകടം വരുത്തി വെക്കും. പിന്നെ കാലങ്ങളോളം ആ ശത്രുത മാറാതെ അങ്ങനെ തന്നെ നിൽക്കും. മാത്രമല്ല അത് എല്ലാവർക്കും ആപത്താണ് എന്നുള്ള കാര്യങ്ങളെല്ലാം അച്ചമ്മയോ ധർമ്മനോ അനുവിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയ ശേഷം അനു തൻ്റെ തീരുമാനം മാറ്റാൻ പോവുകയാണ്. അതിനെക്കുറിച്ചൊക്കെ ഞാൻ മറ്റൊരു വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ് നേരത്തെ തന്നെ. ഒന്നുകൂടി ചുരുക്കി പറയുകയാണെങ്കിൽ അനു കോർട്ടിലേക്ക് പോകുന്നു. അവിടെ ലോയർ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ പറഞ്ഞതെല്ലാം സത്യമാണ്, ഞാൻ അനുഭവിച്ചത് ഇതാണ്, അലോക് എന്നോട് ചെയ്തത് ഇതാണ്, എൻ്റെ അവസ്ഥ മറ്റൊരു പെൺകുട്ടിക്ക് വരരുത് എന്ന ആഗ്രഹമുള്ളത് കൊണ്ടാണ് ഞാൻ കേസ് കൊടുത്തത്. പക്ഷേ ഇനി ഈ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല, ഈ കേസ് പിൻവലിക്കാൻ പോവുകയാണെന്ന് അനു പറയുമ്പോൾ എല്ലാവരും ഒന്നിച്ച് ഞെട്ടാൻ പോകുന്നുണ്ട്, അച്യുതൻ ഉൾപ്പെടെ. കുറച്ച് ദിവസം ജയിലിൽ കിടന്നതോടുകൂടി അലോക് വല്ലാതെ മാറിയിട്ടുണ്ട് കേട്ടോ. ചെയ്തതിലൊക്കെ നല്ല കുറ്റബോധമുണ്ട്, അനുവിനെ ആലോചിച്ച് വിഷമമുണ്ട്. ഇനി ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കേണ്ടി വരുമോ എന്ന് ആലോചിച്ച് പേടിയും വിഷമവും എല്ലാം ഉണ്ട്. പക്ഷെ പെട്ടെന്ന് അനു ഇങ്ങനെ വിളിച്ച് പറയുമ്പോൾ അലോക് ഇതൊന്നും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അങ്ങനെ അലോകിൻ്റെ കണ്ണ് നിറഞ്ഞ് ആകെ വല്ലാതെ ആവുകയാണ് അലോക്. അങ്ങനെ കോർട്ടിൽ നിന്ന് ഇറങ്ങി വന്നുകൊണ്ടിരിക്കുമ്പോൾ അലോക് അനുവിൻ്റെ കാല് പിടിച്ച് മാപ്പ് പറയുന്നുണ്ട്. അത്രയും പേര് അവിടെ ചുറ്റി നിൽക്കുകയാണെന്നൊന്നും കണക്കാക്കാതെ എല്ലാ അഭിമാനവും ഉപേക്ഷിച്ച് അലോക് അനുവിൻ്റെ കാല് പിടിക്കുകയാണ്. അങ്ങനെ അച്യുതനാകെ നാണക്കേട് തോന്നുന്നുണ്ട്. എടാ ഒന്ന് എണീക്കടാ, നാണം കെടുത്തല്ലേടാ, എല്ലാവരും നോക്കുന്നടാ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും അനു ക്ഷമിച്ചു എന്ന് പറയാതെ ഞാൻ എണീക്കില്ല എന്നൊക്കെ പറഞ്ഞ് അലോക് അവിടെ തന്നെ കാൽ കീഴിൽ ഇങ്ങനെ കിടക്കുകയാണ് അനുവിൻ്റെ. അങ്ങനെ ആ സമയത്ത് ബാലൻ ക്ഷമിച്ചു എന്ന് പറ മോളെ, എല്ലാവരും നോക്കുന്നു എന്നൊക്കെ പറയുന്നതുകൊണ്ട് അനു ക്ഷമിച്ചു എന്ന് പറയുന്നു. അലോക് എണീറ്റ് പോകുന്നു. ഈ ഒരു സീന് ന്യൂസിലും സോഷ്യൽ മീഡിയയിലെല്ലാം വൈറലാവുന്നു. കൃഷ്ണമംഗലത്തുകാർക്ക് ആകെ നാണക്കേടാവുന്നു. അതായത് അച്യുതനും രാജശ്രീക്കും ആകെ നാണക്കേടാവുന്നു. ജയിലിൽ കിടക്കേണ്ടി വന്നാൽ പോലും കുഴപ്പമില്ലായിരുന്നു, പക്ഷെ അവളുടെയും ആ ബാലൻ്റെയും ഒക്കെ ദയവ് കൊണ്ട് ഇറങ്ങി വരേണ്ടി വന്നല്ലോ എൻ്റെ മോന് എന്നുള്ള വിഷമമാണ് ഇവർക്ക്. അങ്ങനെ ബാക്കിയുള്ള അമ്മയ്ക്കും ധർമ്മനും ഒക്കെ സന്തോഷമാവുന്നുണ്ട്. എന്തായാലും അനു ഇത്രയും വലിയൊരു മനസ്സ് കാണിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ദേവമംഗലത്ത് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നു. അലോക് കാല് പിടിച്ചോ, ഇതൊക്കെ വലിയ അത്ഭുതമാണല്ലോ. കുറച്ച് ദിവസം ജയിലിൽ കിടന്നതുകൊണ്ട് അവൻ്റെ സ്വഭാവം നന്നായെങ്കിൽ അത്രയും നല്ലത് എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് ദേവമംഗലത്തെ മറ്റുള്ളവർ. പക്ഷേ ഈ അനു പെട്ടെന്ന് മനസ്സ് മാറ്റി ഇങ്ങനെ മൊഴി മാറ്റി പറയാൻ കാരണം എന്താണെന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ അനു ഇതാണ് കോർട്ടിൽ പോയി പറയാൻ പോകുന്നതെന്നുള്ള കാര്യം നേരത്തെ തന്നെ ബാലനോ അറിയായിരുന്നു കേട്ടോ. ഇവർ തമ്മിൽ സംസാരിച്ച് ഒരു ധാരണ എത്തിയ ശേഷമാണ് അനു ഇങ്ങനെ പറയാമെന്ന് തീരുമാനിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ വേറൊന്നുമല്ല, കൃഷ്ണമംഗലത്തെ അലോകിൻ്റെ അമ്മയും മറ്റുള്ളവരൊക്കെ അനുഭവിക്കുന്ന കഷ്ടപ്പാടും അവിടുത്തെ അവസ്ഥയൊക്കെ കണക്കാക്കിക്കൊണ്ടാണ് അനുവും ബാലനും ചേർന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. അങ്ങനെ എല്ലാ കേസും കഴിഞ്ഞു, കേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അലോക് പുറത്ത് വന്നു. പക്ഷേ അലോകിന് ആകെ ഒരു മനസമാധാനക്കേടാണ് കേട്ടോ. പുറത്തിറങ്ങുന്നില്ല, മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കുന്നില്ല, ഏത് സമയം ഓരോന്നിങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. മര്യാദയ്ക്ക് എല്ലാവരോടും ഹാപ്പി ആയിട്ട് സംസാരിക്കുന്നുമില്ല, ഒന്ന് ചിരിക്കുന്നു പോലും ഇല്ല. അങ്ങനെ ഇതൊക്കെ നമ്മുടെ രാജശ്രീക്കും നന്ദിതയ്ക്കും അമ്മയ്ക്കൊക്കെ ഒരുപാട് വിഷമമാവുന്നുണ്ട്. അങ്ങനെ എന്താ മോനെ നീ ഇങ്ങനെ പഴയതുപോലെ കളിച്ച് ചിരിച്ച് നടന്നൂടെ എന്നൊക്കെ അലോകിനോട് ചോദിക്കുമ്പോൾ അലോകിനൊന്നും മനസ്സ് വരുന്നില്ല കേട്ടോ. അലോകിനിപ്പോൾ പ്രതികാരമോ പകയോ ദേഷ്യമോ ഒന്നും തന്നെ മനസ്സിലില്ല. ഈ അനുവിനോടുള്ള നന്ദിയും അനുവിനോട് സഹതാപവും, ഞാൻ ഇത്രയും വലിയ തെറ്റാണല്ലോ ചെയ്തത് എന്നുള്ള കുറ്റബോധം ഒക്കെയാണ് അലോകിൻ്റെ മനസ്സിൽ ഇങ്ങനെ ഭാരം പോലെ കിടക്കുന്നത്. അങ്ങനെ ഡിപ്രഷൻ അടിച്ചിരിക്കുന്ന അലോകിനോട് നമ്മുടെ മുത്തശ്ശി വന്ന് സംസാരിക്കുന്നുണ്ട്. അച്ചമ്മ, എന്താ എൻ്റെ മോന് പറ്റിയത്, മോൻ ചെയ്തത് എത്ര വലിയ തെറ്റാണെന്ന് ഇപ്പം മോന് മനസ്സിലാവുന്നുണ്ടോ എന്നൊക്കെ അച്ചമ്മ ചോദിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി അച്ചമ്മയെന്ന് പറഞ്ഞ് അലോക് പൊട്ടിക്കരയാൻ പോകുന്നുണ്ട്. അനുവിനോട് ഞാൻ വലിയ തെറ്റാണ് ചെയ്തത്, അവളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ പോലും അവളോട് ക്ഷമിക്കില്ലായിരുന്നു, വേറെ ആരാണെങ്കിലും ക്ഷമിക്കില്ല.
ആയിരിക്കില്ല. പക്ഷെ അവൾക്ക് എത്ര നല്ല മനസ്സാണ്, അവൾക്ക് എത്ര വലിയ മനസ്സാണ്. അവളെന്നോട് ക്ഷമിച്ചു അച്ചമ്മേ. അതാ എനിക്ക് താങ്ങാൻ കഴിയാത്തത്. എന്നെ പിടിച്ച് ജയിലിലിട്ടതാണെങ്കിൽ പോലും എനിക്ക് ഇത്രയും വിഷമമില്ലായിരുന്നു. പക്ഷെ ഇത്രയും വലിയ തെറ്റ് ചെയ്ത എന്നോട് അവൾ ക്ഷമിച്ചു. അതാണ് എൻ്റെ മനസ്സിൽ ഭാരമായിട്ട് കിടക്കുന്നത് അച്ചമ്മേ. ഇതിൽ നിന്ന് ഞാൻ എങ്ങനെ രക്ഷപ്പെടും എന്നൊക്കെ ചോദിച്ചിങ്ങനെ പൊട്ടി പൊട്ടി കരയാണ് അലോക്. അങ്ങനെ അച്ചമ്മയ്ക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. അലോക് എന്തായാലും ഇപ്പോൾ നല്ലവനായി. ഇനിയിപ്പോൾ പഴയതുപോലെ പ്രതികാരവും ദേഷ്യമൊന്നും അലോകിൻ്റെ മനസ്സിലില്ല. അലോക് ശരിക്കും മാറിയിരിക്കുന്നു എന്നുള്ള കാര്യം അച്ചമ്മ മനസ്സിലാക്കുകയാണ്. എന്നിട്ട് പറയാ, എൻ്റെ മോൻ വിഷമിക്കണ്ട, അവളോട് ചെയ്ത തെറ്റിനൊക്കെ കാല് പിടിച്ച് കരഞ്ഞ് മാപ്പ് പറഞ്ഞില്ലേ, അത് മതി. ഇനി ഇതിൽ കൂടുതൽ പ്രായശ്ചിത്തമൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയുമ്പോൾ, അങ്ങനെയല്ല അച്ചമ്മേ, എനിക്ക് ഇതൊന്നും പോരാ, എനിക്കിനിയും അവളോട് വലിയ പ്രായശ്ചിത്തങ്ങൾ ചെയ്യണം, അല്ലാതെ എൻ്റെ മനസ്സിലെ ഈ കുറ്റബോധം മാറില്ല എന്നൊക്കെ പറഞ്ഞ് അലോക് ഇങ്ങനെ കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അച്ചമ്മയ്ക്കും ആകെ വിഷമാവുന്നുണ്ട് കേട്ടോ. അയ്യോ എൻ്റെ പാവം എൻ്റെ പേരക്കുട്ടി എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ 2 ദിവസം കഴിഞ്ഞ് അച്ചമ്മ നോക്കുമ്പോൾ അലോക് എപ്പോൾ നോക്കിയാലും വീടിന് പുറത്ത് നിന്ന് ആ ദേവമംഗലത്തേക്ക് ഇങ്ങനെ എത്തി എത്തി നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അനുശ്രീ പുറത്ത് വരുന്നുണ്ടോ, കാണാൻ പറ്റുമോ എന്നൊക്കെ നോക്കി ഇങ്ങനെ എത്തി നോക്കി നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ എന്താ മോനെ നിനക്ക് പറ്റിയത്, അനുവിനെ കാണാനാണോ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് എത്തി നോക്കുന്നത് എന്നൊക്കെ അച്ചമ്മ ചോദിക്കുമ്പോൾ, അതേ അച്ചമ്മ, എനിക്ക് അവളെ ഒന്നുകൂടെ കണ്ട് സംസാരിക്കണം, അവളോട് മാപ്പ് പറയണം എന്നൊക്കെ അലോക് പറയുമ്പോൾ, അയ്യോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല മോനെ, നീ ഇനി നന്ദി പറയാനൊക്കെ അവളെ കാണാൻ പോയി കഴിഞ്ഞാൽ അത് പിന്നെ വേറെ വലിയ പ്രശ്നങ്ങളാവും. നീ ഇപ്പോൾ അതിനൊന്നും നിൽക്കണ്ട, അവൾ നിന്നോട് ക്ഷമിച്ചു, ഇനിയിപ്പോൾ അതൊക്കെ മറന്ന് പഴയ ജീവിതത്തിലേക്ക് കടക്കാൻ നോക്ക് എന്നൊക്കെ അച്ചമ്മ ഇങ്ങനെ പറഞ്ഞു ഉപദേശിക്കുന്നുണ്ട്. എന്നാലും അലോകിൻ്റെ തലയിൽ കയറുന്നില്ല കേട്ടോ. അലോകിന് ഇപ്പം എന്താ വേണ്ടതെന്ന് ചോദിച്ചാൽ അനുവിനെ വിവാഹം കഴിക്കണം. വിവാഹം കഴിച്ച് ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വന്ന് അനുവിനെ പൊന്നുപോലെ നോക്കണം. അതാണ് അലോക് അനുവിനോട് ചെയ്ത തെറ്റിനുള്ള പ്രായശ്ചിത്തം എന്നാണ് അലോക് വിചാരിക്കുന്നത്. അതോടുകൂടി അനുവിന് വന്ന ചീത്തപ്പേരൊക്കെ മാറുമല്ലോ, അതാണ് അലോക് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അലോക് ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ നമ്മുടെ സുകന്യ വരുന്നുണ്ട്. അങ്ങനെ സുകന്യ ഒന്ന് ചോദിക്കുക, എടാ മോനെ അലോകെ, നിനക്കെന്നാലും ഈ അവസ്ഥ വന്നല്ലോ, നീ എന്തിനാണ് അവളുടെ കാലൊക്കെ പിടിക്കാൻ പോയത്? ഓ അതെനിക്ക് തീരെ ഇഷ്ടമായില്ല എന്നൊക്കെ സുകന്യ ഇങ്ങനെ പറയുമ്പോൾ, ചേച്ചി എനിക്ക് നല്ല കുറ്റബോധമുണ്ട്, എനിക്ക് മാപ്പ് പറഞ്ഞതൊന്നും മതിയാവുന്നില്ല, അനുവിനെ ഒന്നുകൂടെ കണ്ട് സംസാരിക്കണമെന്നുണ്ട്, ചേച്ചി ഒന്ന് എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് അലോക് ഇങ്ങനെ ചോദിക്കുകയാണ്. ഞാൻ ഹെൽപ്പ് ചെയ്യാനോ, ഞാൻ എന്ത് ചെയ്യാനോ എന്നൊക്കെ സുകന്യ ചോദിക്കുമ്പോൾ, ചേച്ചി അനുവിനെയും കൂട്ടി എവിടെയെങ്കിലും ഒന്ന് വരണം, എനിക്ക് അവളെ കണ്ടൊന്ന് സംസാരിക്കണം, അവളോട് മാപ്പ് ചോദിക്കാനാണ്, പ്ലീസ് ചേച്ചി എന്നൊക്കെ പറയുമ്പോൾ സുകന്യ പറയുന്നുണ്ട്, മാപ്പ് ചോദിക്കാൻ മാത്രമാണോടാ നിൻ്റെ ഉദ്ദേശം? ഞാനത് വിശ്വസിക്കില്ല, ഇതൊക്കെ വേറെ ഏതെങ്കിലും മണ്ടന്മാരോട് പോയി പറ, എന്നോട് ഇതൊന്നും പറയേണ്ട മോനെ എന്നൊക്കെ പറയുമ്പോൾ, അതേ ചേച്ചി, ചേച്ചി ആലോചിച്ചത് ശരി തന്നെയാണ്, എനിക്ക് അനുശ്രീയെ വിവാഹം കഴിക്കണം, വിവാഹം കഴിച്ച് അവളെ പൊന്നുപോലെ നോക്കണം, എന്നാലേ ഞാൻ ചെയ്ത തെറ്റിന് പ്രായശ്ചിത്തമാവുള്ളൂ, എൻ്റെ കുറ്റബോധം മാറുള്ളൂ. പക്ഷേ ഇപ്പോൾ എനിക്ക് അവളെ കണ്ട് മാപ്പ് പറയണമെന്നേ ആഗ്രഹമുള്ളൂ, ചേച്ചി ഒന്ന് ഹെൽപ്പ് ചെയ്യണം എന്നൊക്കെ അലോക് ചോദിക്കുമ്പോൾ, നോക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് സുകന്യ. അങ്ങനെ സുകന്യ ഒരു ചാൻസ് ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. സുകന്യക്ക് ഈ കാര്യത്തിൽ ഒരു ഇൻട്രസ്റ്റും കയറി. എന്താണെന്ന് വെച്ചാൽ, ഇനിയിപ്പോൾ അലോകിനെയും അനുശ്രീയെയും എങ്ങനെയെങ്കിലും പഴയതുപോലെ ഒന്നിപ്പിക്കാൻ സാധിച്ചാൽ, ഈ ഗോമതിയുടെ കയ്യിൽ നിന്ന് വിൽപ്പത്രം എഴുതി വാങ്ങുന്ന പരിപാടിയൊക്കെ ഉണ്ടല്ലോ, അതിനായിട്ട് അച്യുതൻ്റെ കയ്യിൽ നിന്ന് 10 ലക്ഷം രൂപ വാങ്ങിയതുമാണ്. അപ്പോൾ അതൊക്കെ ചെയ്തു കൊടുക്കണ്ടേ, അപ്പോൾ അതിനായിട്ട് ഇത് കുറച്ച് യൂസ്ഫുൾ ആവുമെന്ന് സുകന്യ വിചാരിക്കുകയാണ് കേട്ടോ. അങ്ങനെ സുകന്യ ഇങ്ങനെ ദേവമംഗലത്തേക്ക് എത്തി നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോഴാണ് ദേവമംഗലത്തെ എല്ലാവരും അനുശ്രീയെ വീണ്ടും പഠിക്കാൻ വിടാനൊക്കെ തീരുമാനിക്കുന്നത്. അങ്ങനെ വീണ്ടും കോളേജിൽ പോകണം എന്നൊക്കെ പറഞ്ഞ് എൻകറേജ് ചെയ്ത് എല്ലാവരും കൂടെ അനുശ്രീയെ കോളേജിലേക്ക് പറഞ്ഞു വിടുന്നുണ്ട്. അനുശ്രീ എല്ലാവരുടെയും അനുഗ്രഹമൊക്കെ വാങ്ങിച്ച് വീണ്ടും പഠിത്തം തുടരുകയാണ്. അങ്ങനെ കോളേജിലേക്ക് അനുശ്രീ ഇറങ്ങുന്നു. അത് അപ്പുറത്ത് നിന്ന് നമ്മുടെ സുകന്യ കാണുന്നുമുണ്ട്. അങ്ങനെ അത് കാണുന്നതോടുകൂടി സുകന്യ ഓടി അലോകിൻ്റെ അടുത്ത് പോയി, വാ 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 എൻ്റെ കൂടെ വാ, അനുശ്രീ കോളേജിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്, കോളേജിൽ വെച്ച് നമുക്ക് അവളെ മീറ്റ് ചെയ്ത് സംസാരിക്കാം എന്നും പറഞ്ഞ് അലോകിനെ അങ്ങോട്ട് കൊണ്ടുപോവുകയാണ്. അങ്ങനെ കോളേജിലെത്തിയ അനുശ്രീ അവിടെ സുകന്യയെ കണ്ട് ഞെട്ടുകയാണ് കേട്ടോ. സുകന്യ ചേച്ചി എന്താ ഇവിടെ എന്നൊക്കെ അനുശ്രീ ചോദിക്കുമ്പോൾ, അനു നീ എൻ്റെ കൂടെ ഒന്ന് വരണം, ഒരാൾ നിന്നെ കാണാനായിട്ട് അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്, ക്ലാസ്സിന് സമയമായില്ലല്ലോ, നമുക്ക് പെട്ടെന്ന് വരാം, ഒന്ന് എൻ്റെ കൂടെ വാ അനു എന്നും പറഞ്ഞ് സുകന്യ അനുവിനെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ കോളേജിന് പുറത്ത് അലോക് നിൽക്കുന്നത് കണ്ട് അനു ഞെട്ടിപ്പോവാണ് കേട്ടോ. ഇവനെങ്ങനെ ഇവിടെ എത്തി, ഇവനെ ചേച്ചിയാണോ കൊണ്ടുവന്നത് എന്നൊക്കെ അനുശ്രീ ചോദിക്കുമ്പോൾ, അതേ അനു, അലോകിൻ്റെ അവസ്ഥ വളരെ മോശമാണ്, ഭക്ഷണം കഴിക്കുന്നില്ല, പുറത്ത് പോകുന്നില്ല, നിന്നോട് ചെയ്തതിനൊക്കെയുള്ള കുറ്റബോധമാണ് അലോകിന്, ഈ നിലയ്ക്ക് പോയാൽ അവൻ്റെ മാനസിക നില തെറ്റിപ്പോവും, അതൊന്നും കണ്ടു നിൽക്കാൻ എനിക്ക് കഴിഞ്ഞില്ല മോളെ, നിന്നെ ഒന്ന് കണ്ട് സംസാരിച്ച് മാപ്പ് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ അലോകിന്, അതിനാണ് ഞാൻ അവനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്, നീ ക്ഷമിച്ചു എന്നൊരു വാക്ക് അലോകിനോട് പറഞ്ഞാൽ മതി എന്നൊക്കെ പറയുമ്പോൾ, അതൊന്നും പറ്റില്ല ചേച്ചി, ഞാൻ ഇനി ഇവനോട് സംസാരിക്കില്ല എന്ന് എൻ്റെ മനസ്സിൽ ഞാൻ തീരുമാനിച്ചുറപ്പിച്ചതാണ്, മാത്രമല്ല ഇവനിവിടെ നിൽക്കുന്നതോ ഞാൻ സംസാരിക്കുന്നതോ എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛനോ ചേട്ടന്മാരോ അറിഞ്ഞാൽ പിന്നെ അവർ വന്ന് ഇവനെ കൊന്നുകളയും, ഇപ്പോൾ ജയിലിലൊക്കെ കിടന്ന് വന്നല്ലേ ഉള്ളൂ, ഇനി വീണ്ടും ഒരു പ്രശ്നത്തിലേക്ക് നിൽക്കണോ എന്നൊക്കെ അനുശ്രീ ചോദിക്കുമ്പോൾ സുകന്യ വീണ്ടും നിർബന്ധിക്കുകയാണ് കേട്ടോ. അങ്ങനെ അനു ഒന്ന് പ്ലീസ് എന്നൊക്കെ പറയുന്നുണ്ട്. അലോക്, അനുശ്രീ നീ എന്നോട് ക്ഷമിച്ചു എന്നൊരു വാക്ക് പറഞ്ഞാൽ മതി അനു, പ്ലീസ് ഞാൻ പറയുന്ന ഒന്ന് കേൾക്കാനു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വരുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ രണ്ടുപേരും ഒന്ന് പോകുന്നുണ്ടോ അവിടെ നിന്ന് എന്നൊക്കെ പറഞ്ഞ് ഷൗട്ട് ചെയ്ത് അനു ക്ലാസ്സിലേക്ക് പോവുകയാണ് കേട്ടോ. അങ്ങനെ ഇതോടുകൂടിയും തീരുന്നില്ല. അലോക് വീണ്ടും വീണ്ടും അനുശ്രീ കോളേജിൽ നിന്ന് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്ന വഴി റോഡിൽ വെച്ച് കണ്ട് സംസാരിക്കുന്നു, എന്നോട് ക്ഷമിക്കണം എന്നോട് ക്ഷമിക്കണം എന്ന് ഇടയ്ക്കിടയ്ക്ക് പിന്നാലെ നടന്ന് പറഞ്ഞ് അനുവിനെ ടോർച്ചർ ചെയ്യാണ്. അപ്പോൾ ഇതൊക്കെ ദേവമംഗലത്ത് അറിയുന്നുണ്ട്. റോഡിൽ അനുശ്രീയുടെ പിന്നാലെ അലോക് നടക്കുന്നതൊക്കെ നമ്മുടെ ആനന്ദും ആര്യനൊക്കെ കണ്ടുകൊണ്ട് വന്ന് അലോകിനെ തല്ലി ചതയ്ക്കുന്നൊക്കെ ഉണ്ട്, നിനക്ക് കിട്ടിയതൊന്നും പോരടാ എന്നൊക്കെ പറയുന്നൊക്കെ ഉണ്ട്. അങ്ങനെ ദേവമംഗലത്ത് ഇതൊക്കെ അറിഞ്ഞ ശേഷം അനുശ്രീ ഇങ്ങനെ പറയാണ്, കോളേജിൽ അലോക് വന്നിരുന്നു എന്നൊക്കെ പറയുമ്പോൾ, കോളേജിലേക്ക് അലോക് വന്നു എന്നോ, അവൻ
അവനെ വെറുതെ വിട്ടതാണ് നമ്മൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് എന്നൊക്കെ ഗോമതിയും ബാലനും ഒക്കെ ഇങ്ങനെ പറയുമ്പോൾ അനുശ്രീ ഇനി ഇത് മറച്ചു വെച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറയാണ്. കോളേജിലേക്ക് അലോകിനെ കൂട്ടിക്കൊണ്ട് വന്നത് വേറെ ആരുമല്ല സുകന്യ ചേച്ചിയാണ് എന്നൊക്കെ ഈ സുകന്യയെക്കുറിച്ച് അനുശ്രീ പറയാനുള്ള ചാൻസ് ഉണ്ട്. ഇല്ലെങ്കിൽ നമ്മുടെ മീനു ആ സമയത്ത് കോളേജിൽ അനുശ്രീ എന്താ ചെയ്യുന്നത് നോർമലാണോ എന്ന് നോക്കാനായിട്ട് ആ കോളേജിലേക്ക് വന്ന മീനു കോളേജിൽ സുകന്യയും അലോകും അനുശ്രീയുമായിട്ട് നടത്തുന്ന ഈ ഫൈറ്റൊക്കെ കാണുകയും അത് വീട്ടിൽ വന്ന് പറയുകയും ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ എങ്ങനെയെങ്കിലും ഈ ദേവമംഗലത്ത് ഈ സുകന്യയാണ് അനുവിനെ കാണിക്കാനായിട്ട് അലോകിനെയും കൊണ്ട് കോളേജിലേക്ക് വന്നെന്നുള്ള കാര്യമൊക്കെ മനസ്സിലാക്കി സുകന്യയോട് പോയി ഷൗട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. അതോടുകൂടി മീനുവിനെ അറിയാവുന്ന കാര്യങ്ങളൊക്കെ വിളിച്ച് പറയുന്നു. കുറേ നാളായിട്ട് ഈ സുകന്യ ചേച്ചി അനുവിനെയും അലോകിനെയും ഒന്നിപ്പിക്കാനുള്ള പരിപാടികളൊക്കെ കുറേ നോക്കിയിട്ടുണ്ട് അമ്മേ. പല പ്രാവശ്യം ഇവർ എൻ്റെ കണ്ണിൽ പെട്ടിട്ടുള്ളതുമാണ്. അപ്പോഴൊക്കെ എന്നെ മണ്ടിയാക്കി ഇവർ രക്ഷപ്പെടുമായിരുന്നു. പക്ഷേ എനിക്ക് ഇവരെ നല്ല സംശയം ഉണ്ടായിരുന്നു. മാത്രമല്ല ആ കല്യാണ കാര്യത്തിൽ അവരെന്താ ചെയ്തതെന്ന് അമ്മയ്ക്ക് അറിയോ? ഞാൻ വലിയൊരു പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ച് അമ്മയോടും അച്ഛനോടൊക്കെ അത് പറയാതിരുന്നതാണ് എന്നൊക്കെ മീനു പറയാണ്. അങ്ങനെ എല്ലാം പറയാൻ അനുശ്രീ എന്ന് പറഞ്ഞ് അനുവിനോട് പറയുമ്പോൾ അനു ആ സമയത്ത് കൃഷ്ണമംഗലകാരും ദേവമംഗലകാരും എല്ലാവരും കേട്ടുകൊണ്ട് ഇങ്ങനെ ചുറ്റും നിൽക്കെ അനുശ്രീ ഇങ്ങനെ പറയാണ്, കല്യാണ തലേന്ന് ഞാൻ അലോകിനെ കാണാൻ പോയത് തന്നെ സുകന്യ ചേച്ചി കാരണമാണ്. കല്യാണ തലേന്ന് അലോക് എന്നെ ഫോട്ടോസൊക്കെ കാണിച്ച് ഭീഷണിപ്പെടുത്തിയിരുന്നു. പക്ഷെ അത് അച്ഛനോടോ ചേട്ടന്മാരോടോ തുറന്ന് പറയാനുള്ള പ്ലാനിലായിരുന്നു ഞാൻ ഇരിക്കേണ്ടായിരുന്നത്. പക്ഷേ സുകന്യ ചേച്ചി സമ്മതിച്ചില്ല. അലോകിനെ പോയി കാണണം, മാപ്പ് പറയണം, എങ്കിലേ ഈ പ്രശ്നത്തിന് പരിഹാരം ആവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് എന്നെ കല്യാണ വീട്ടിൽ നിന്ന് ആരും കാണാതെ അലോകിനെ കാണാൻ പറഞ്ഞയച്ചത് സുകന്യ ചേച്ചിയാണ് എന്നൊക്കെ പറയുമ്പോൾ ധർമ്മൻ അപ്പം തന്നെ സുകന്യയുടെ കവിളത്തൊന്ന് പൊട്ടിക്കാൻ പോകുന്നുണ്ട്. എന്നിട്ട് എൻ്റെ മോളെ പോലെ ഞാൻ വളർത്തിയത് അനുശ്രീയെ, അവളുടെ ജീവിതം തകർത്തത് നീയാണോടി എന്നൊക്കെ ചോദിക്കാൻ പോകുന്നുണ്ട്. അങ്ങനെ പിന്നെ ഗോമതി വഴക്ക് പറയുന്നു, ബാലൻ വഴക്ക് പറയുന്നു, ആള് വീതം സുകന്യ ഇങ്ങനെ മറിച്ചിട്ട് ചൂടാൻ പോവാണ്. അങ്ങനെ കരഞ്ഞുകൊണ്ട് സുകന്യ നിൽക്കുകയാണ്. അനുശ്രീയും അലോകും ഒന്നിച്ചു കഴിഞ്ഞാൽ അതോടുകൂടി രണ്ട് കുടുംബങ്ങളും ഒന്നാവുമല്ലോ, ശത്രുതയൊക്കെ അതോടുകൂടി തീരുമല്ലോ എന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ ഒരു നല്ല ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. പക്ഷേ ഈ വൃത്തികെട്ടവൻ ആ സമയത്ത് അനുവിനെ തട്ടിക്കൊണ്ട് പോകുന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു, ഞാൻ അറിയാതെ ചെയ്തതാണ് എന്നൊക്കെ പറഞ്ഞ് സുകന്യ മാപ്പ് പറയാനൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ അതിൻ്റെ പേരിൽ ധർമ്മനും സുകന്യയും തമ്മിൽ വലിയൊരു വഴക്കൊക്കെ ആവാൻ പോകുന്നുണ്ട്. അതോടുകൂടി സുകന്യയാണ് ഹനുവിൻ്റെ ജീവിതത്തിൽ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള കാരണം. കല്യാണ തലേന്ന് സുകന്യ ഇടപെട്ട് അനുവിനെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടില്ലായിരുന്നെങ്കിൽ അനുവും ജീവനും തമ്മിലുള്ള വിവാഹം ഇപ്പം നടന്നിട്ടുണ്ടാവും. അനുവിന് ഈ പ്രശ്നങ്ങളൊന്നും വരില്ലായിരുന്നു എന്നുള്ളതൊക്കെ വീണ്ടും ആലോചിച്ച് ധർമ്മന് ആകെ കുറ്റബോധം തോന്നാൻ പോവുകയാണ്. ദേവമംഗലംകാർ ഇത്രയും വിഷമിക്കാൻ ഇടയായതും എല്ലാത്തിനും കാരണം ഇവളാണല്ലോ എന്നൊക്കെ വിചാരിച്ച് കുറ്റബോധം കൊണ്ട് ധർമ്മൻ ഗോമതിയോടും ബാലനോടൊക്കെ പോയി മാപ്പ് പറയാനുള്ള ചാൻസ് ഒക്കെ ഉണ്ടല്ലേ. അങ്ങനെ അതോടുകൂടി ഇവർ ഒന്നാവാനുള്ള ചാൻസ് ഒക്കെ ഉണ്ടല്ലേ. ഇല്ലെങ്കിൽ പിന്നെ ഇടയിലെ ഈ അച്യുതൻ ധർമ്മന് പുതിയ കട തുടങ്ങുന്നതോടുകൂടി എന്നോട് മത്സരിക്കാനാണ്, എന്നേക്കാൾ വലിയ സൂപ്പർ മാർക്കറ്റ് ഈ ധർമ്മൻ തുടങ്ങിയിരിക്കുന്നത്, എന്നോടുള്ള വാശിക്ക് ഇവൻ ചെയ്തതാണെന്നൊക്കെ ബാലൻ തെറ്റിദ്ധരിച്ച് ബാലന് ധർമ്മനോട് തിരിച്ച് നല്ല ദേഷ്യമാവാൻ പോവാണോ? അതോടുകൂടി ബാലനും ധർമ്മനും തമ്മിൽ ഒരു സെപ്പറേഷൻ, ഒരു പെർമനന്റ് ആയിട്ട് പിരിയാൻ പോവാണോ എന്നൊക്കെ കുറേ ചാൻസുകൾ ഉണ്ട്. കൂടെ തന്നെ ഈ ദേവിയുടെ കാര്യങ്ങളൊക്കെ പുറത്ത് കൊണ്ടുവരാനായിട്ട് ഇപ്പൊ ധർമ്മൻ ഒരു തുടക്കം കുറിച്ചിട്ടുണ്ട്. എന്താന്ന് വെച്ചാൽ ഇപ്പം ഇന്നത്തെ എപ്പിസോഡിൽ കണ്ടല്ലോ, ബാലൻ ധർമ്മനോട് സംസാരിക്കുന്നുണ്ട്, എന്നോട് ക്ഷമിച്ചൂടെ, ദേവമംഗലത്തേക്ക് തിരിച്ചു വന്നൂടെ, നീ ഇല്ലാതെ അവിടെ ഒന്നും ഒരു രസമില്ല എന്നൊക്കെ പറയുമ്പോൾ ധർമ്മൻ ഒറ്റ കാര്യമാണ് തിരിച്ചു ചോദിക്കുന്നത്, ഞാനല്ല കടയിൽ നിന്ന് ആ പണം എടുത്തതെന്നുള്ള കാര്യം അളിയന് ബോധ്യപ്പെട്ടോ എന്ന് ചോദിക്കുമ്പോൾ ബോധ്യപ്പെട്ടു, നീ എടുക്കില്ല, നീ ഒരിക്കലും എടുത്തിട്ടില്ല, എനിക്കറിയാം എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെ ബോധ്യപ്പെട്ടു എന്ന് ചോദിക്കുന്നുണ്ട് ധർമ്മൻ. അതിന് ബാലന് ഉത്തരവില്ല. അങ്ങനെ ധർമ്മൻ പറയാണ്, ആ പണം എവിടെ പോയി, അത് ആരെടുത്തു എന്ന് കണ്ടുപിടിച്ച് അവനെ പുറത്ത് കൊണ്ടുവരാതെ ഞാൻ അങ്ങോട്ട് വരില്ല. ആ പണം എവിടെ പോയി എന്ന് കണ്ടുപിടിച്ചാലേ എൻ്റെ നിരപരാധിത്വം എനിക്ക് തെളിയിക്കാൻ പറ്റുള്ളൂ, അത് തെളിയിക്കാതെ ഞാൻ അങ്ങോട്ട് വരില്ല എന്നൊക്കെ പറയുന്നുണ്ട് ധർമ്മൻ. അങ്ങനെ ബാലൻ ഈ കാര്യത്തിൽ കുറച്ചുകൂടെ സ്ട്രോങ് ആവാൻ പോവാണ്. എന്നാലും പണം എവിടെ പോയി അത് കണ്ടുപിടിച്ചേ പറ്റൂ എന്നുള്ള കാര്യത്തിൽ ബാലൻ സ്ട്രോങ് ആയിട്ട് ഇറങ്ങാൻ പോകുന്നുണ്ട്. അതുവഴിയായിരിക്കും നമ്മുടെ ദേവിയും ഉദയഭാനും ഒക്കെ പുറത്ത് വരിക കേട്ടോ. അതിനിടയ്ക്ക് ഇപ്പോൾ 2 തവണയായി ഉദയഭാനു ഡ്രോയിൽ നിന്ന് പണം എടുക്കാൻ ഇങ്ങനെ ട്രൈ ചെയ്യുന്നു, പക്ഷെ പറ്റുന്നില്ല. അതൊക്കെ ഈ ക്യാമറയിൽ പതിയാണെങ്കിൽ ആനന്ദിന് അത് മനസ്സിലാവേണ്ടതാണ്. ഉദയഭാനു എടുക്കാൻ ട്രൈ ചെയ്യുന്നതും അപ്പോഴേക്കും ദേവി വരുന്നതുകൊണ്ട് പിന്മാറുന്നതും ഇതൊക്കെ ക്യാമറയിൽ കണ്ടു കഴിഞ്ഞാൽ ആനന്ദിന് മനസ്സിലാവും പണം എടുക്കണം തന്നെ ഇല്ല, ഇയാളായിരിക്കും എടുത്തത് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ ഈ തെളിവുകൾ തന്നെ ധാരാളമാണ്. അപ്പോൾ ആനന്ദ് കണ്ടുപിടിച്ച് പുറത്ത് കൊണ്ടുവരാൻ പോവാണോ, അതോ ഇയാൾ ഡ്രോയിൽ നിന്ന് പണം എടുക്കുന്നത് ആകാശ് തന്നെ സ്വന്തം കണ്ണുകൊണ്ട് കണ്ട് എല്ലാവരോടും പറയാൻ പോവാണോ? ആനന്ദിനെ അറിഞ്ഞാൽ ഒരുപക്ഷെ ആനന്ദ് പുറത്ത് പറയാതിരിക്കാനുള്ള ചാൻസ് ഉണ്ടല്ലോ. അപ്പോൾ ആകാശാണ് ഇത് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും അച്ഛനോടും ബാക്കിയുള്ളവരോടൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ ഇനി പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയ ദേവിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ തന്നെത്താനെ പുറത്ത് പറഞ്ഞ് അങ്ങനെ ദേവിയുടെ കാര്യത്തിൽ എല്ലാവരും ചേർന്ന് ഒരു തീരുമാനം എടുക്കാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ദേവിയോട് അതിനുശേഷം ദേവമംഗലക്കാരും ആനന്ദമൊക്കെ ക്ഷമിക്കണം എന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അതോ ക്ഷമിക്കരുത് ഉദയഭാനുവിനോടൊപ്പം ദേവിയെയും അടിച്ചു പുറത്താക്കണം എന്നാണോ നിങ്ങളുടെ ആഗ്രഹം എന്നൊക്കെ പറയൂട്ടോ. താങ്ക് യു, ബൈ.